നമസ്കാരം. 2026 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ തൂത്തെറിഞ്ഞുകൊണ്ട് UDF അധികാരത്തിൽ വന്നിരിക്കും. അന്ന് നിങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്നുകൊണ്ടിങ്ങനെ പൊരിവെയിലത്ത് സമരം ചെയ്യേണ്ടി വരില്ല. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളല്ല, മറിച്ച് വയനാടിനോടുള്ള സ്നേഹവും കരുതലും അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിനുള്ളിൽ ഉള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തോടും അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളോടും ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളാണ്. പ്രിയങ്കയുടെ ഈ ശബ്ദം അത് പിണറായിയുടെ ഏകാധിപത്യത്തെയും അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും തച്ചുടയ്ക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 20ഓളം ദിവസമായി ചോര നീരാക്കി പണിയെടുത്ത കൂലി കിട്ടാൻ വേണ്ടി പിണറായിയുടെ തിണ്ണയിൽ തൊണ്ട പൊട്ടി അലറി സമരം ചെയ്യുകയാണ് കേരളത്തിലെ ആശാ വർക്കർമാർ. അതാണ് കേരളം ഒന്നടങ്കം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടാന്തരം കയറിയിറങ്ങി രാപ്പകലില്ലാതെ റിപ്പോർട്ടുകളും കണക്കുകളും എഴുതി പാലിയേറ്റീവ് കെയറുകളിൽ ഓടി നടന്ന് അനാഥരും അശരണരുമായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് അവസാനം അവരുടെ കഞ്ഞിയിൽ ഇപ്പോൾ മണ്ണുവാരിയിടുന്ന ഈ സർക്കാർ നടപടിയായിരുന്നു ഇന്നവരെ ആ ഒരു സമരപന്തലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ ആശാ വർക്കർമാരുടെ വേതനം അത് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഉറപ്പ്. അർഹിക്കുന്ന ആദരവും അംഗീകാരവും അവർക്ക് ഉറപ്പാക്കുമെന്നും പ്രിയങ്ക പറയുന്നു. കേരള സർക്കാർ അവരെ നിശബ്ദരാക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്നും പ്രിയങ്ക വിമർശിച്ചു. കേന്ദ്രത്തിൽ നിന്നുള്ള ഓണറേറിയം എത്താത്തതാണ് ആശാ വർക്കർമാർക്കുള്ള ശമ്പള വിതരണ തടസ്സമെന്ന് കേരള സർക്കാർ വാദിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേന്ദ്രം നാളുകളേറെയായി കേരളത്തോടുള്ള അവഗണനയും പകപോക്കലും തുടങ്ങിയിട്ട് നികുതി വർദ്ധിപ്പിച്ചും സഹായത്തിന് പകരം കടബാധ്യത തങ്ങളുടെ തലയിൽ നൽകിയും ഇപ്പോൾ സംസ്ഥാനത്ത് ഞെരുക്കുകയാണ്. അതിനിടയിൽ BJP സർക്കാരിൻ്റെ സഖ്യകക്ഷിയായ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു സർക്കാർ അവരിപ്പോൾ ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ ശമ്പളത്തോടെയുള്ള പ്രസവാവധി, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കൊക്കെ തന്നെ ഇപ്പോൾ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഇത് കൂടാതെ തന്നെ 30 വർഷത്തെ സേവനമനുഷ്ഠിക്കുന്ന ഓരോ ആശാ പ്രവർത്തകനും 1.5 ലക്ഷം രൂപയുടെ ഗണ്യമായിട്ടുള്ള വിരമിക്കൽ ആനുകൂല്യവും നൽകുന്നുണ്ട്. കേരളത്തിൽ ഇത്രയും വലിയ ആശാ വർക്കർ സമരം ഇപ്പോൾ നടക്കുകയും ഓണറേറിയം പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ അവർക്ക് അധികാരമുള്ളിടത്ത് ഇത്ര ധൃതി പിടിച്ച് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കേന്ദ്രത്തിനെ പിന്തുണച്ചാൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇതുപോലെ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രവുമല്ല, അധികാരമില്ലാത്തിടത്ത് അവരെ ഞെരുക്കിയും അതോടൊപ്പം തന്നെ അധികാരമുള്ളിടത്ത് അവരെ തലോടിയും ആ സ്വേച്ഛാധിപത്യ ഭരണം ഇപ്പോൾ കാഴ്ചവെക്കുക കൂടി ചെയ്യുകയാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ. കേരള സർക്കാരിനെ കുറ്റപ്പെടുന്നതിനൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ മുഖംമൂടി കൂടി അഴിച്ചിട്ട് വെളിപ്പെടുത്തുകയാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ ആക്രമണം അത് ഇനി പൂർണ്ണമായിട്ടും കേരള സർക്കാരിനോട് മാത്രമായിരിക്കില്ല, കേന്ദ്രത്തോടും കൂടിയുള്ളതാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10 മുതലാണ് ഒരു കൂട്ടം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നേതാക്കൾ ഈ സമരത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. കുറച്ച് വോട്ടുകളാണെങ്കിൽ പോലും ആശാ വർക്കർമാരുടെ വോട്ടെങ്കിൽ ആ കുറച്ച് വോട്ടുകൾ അതെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ BJP ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് രാഷ്ട്രീയ കോണിലൂടെ നോക്കിയാൽ തന്നെ വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക അത് സർക്കാർ വിതരണം ചെയ്തിരുന്നു. ഇതോടെ 3 മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയായിട്ടുണ്ട്. ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത് വരെ ഈ ഒരു സമരം തുടരുവാനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ തീരുമാനം. എന്തുതന്നെ ആയാലും മാർച്ച് 3 നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ആശാ വർക്കർമാർ അറിയിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.